ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന മൂവി. മമ്മൂക്ക സ്റ്റാറിങ് അലോങ് വിത്ത് നമ്മുടെ അർജുൻ അശോകൻ, അമാൽഡ ലിസ്. ഇതിൽ പറയുന്നത് രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് വഹിക്കുന്ന രണ്ട് പേരായിരിക്കും. ഏറ്റവും കൂടുതലല്ല, എന്നാലും ഉണ്ടാവും. ആൻഡ് ഒരു സെക്കൻഡ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന രണ്ട് ആൾക്കാരാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതനെയും അർജുൻ അശോകനെയാണ്. ആൻഡ് ഈ രണ്ട് വ്യക്തികളായിരിക്കും ഒരു വിക്ടിംസ് എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂക്കയിൽ നിന്ന്. മമ്മൂക്കയാണ് ഇതിൽ പീക്ക് സെൻറ്റർ ഓഫ് ബോഡി. ആൻഡ് ഇദ്ദേഹം ഒരു മനയിലെ ഒരു കാരണവരാണ്. എല്ലാവർക്കുള്ള പേരറിയാം. ഇവർ സത്യം പറഞ്ഞാൽ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോറി ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ബ്രഹ്മയുഗം നമ്മൾ ഓൺലൈനിൽ അടിക്കുമ്പോൾ വിക്കിപീഡിയയിൽ പല കഥകളും വരുന്നുണ്ട്. ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണെന്ന് പറയുന്നുണ്ട് കുറേ പേര്. ആൻഡ് അതേ സമയത്ത് തന്നെ ന്യൂസ് ആർട്ടിക്കിൾസ് തന്നെ കുറേ വിവിധ സ്റ്റോറീസാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പക്ഷേ IMDb ഞാൻ നോക്കിയപ്പോൾ ഒരു പാണൻ, അതായത് ഞാൻ ഇപ്പോൾ വായിക്കാം. തേവൻ, എ ഫോക്ക് സിംഗർ ഓഫ് ദ പാണൻ കാസ്റ്റ്, ഹാസ് എ ഫേറ്റ്ഫുൾ എൻകൗണ്ടർ when escaping slavery, leading to discovery an ancient tradition altering his destiny. അപ്പോൾ ഇതെന്ത് മനസ്സിലായി നിങ്ങൾക്ക്? തേവൻ എന്നാണ് നമ്മുടെ അർജുൻ അശോകൻ്റെ പേര്. തേവൻ ഹീസ് എ പാണൻ ഓൾസോ. കാസ്റ്റ് ജാതി വ്യവസ്ഥ ആ സമയത്ത് പാണൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, കേട്ടിട്ടുണ്ടാവും. പാണൻ, ഈഴവർ, അങ്ങനെയൊക്കെ കുറേ നായർ മറ്റേത് മറിച്ചതൊക്കെ ഉണ്ടാവും. അതിപ്പോഴും ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി എവിടുന്ന് ഒളിച്ചോടുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടിപ്പോവുകയും വല്ല കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഒളിച്ചോടുക, എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ എന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന കഥയാണ്. അതായിരിക്കും ഒരു ബേസിക് ഫസ്റ്റ് ഇൻട്രോ ഇങ്ങരുടെ. ആൻഡ് ഓൾട്ടറിങ് ഹിസ് ഡെസ്റ്റിനി. അപ്പോൾ ആ ഒരു കഥ ഫുള്ള് മാറ്റുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ആയിരിക്കും ഇങ്ങരുടെ ലൈഫിൽ. ആൻഡ് സിദ്ധാർത്ഥ് ഭരതൻ ഓൺ ദ അതർ കേസ്, എനിക്ക് തോന്നുന്നത് രണ്ടുപേർക്കും ചിലപ്പോൾ വേറെ ഒബ്ജക്റ്റീവായിട്ടാണ് വരുന്നത്. രണ്ട് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ അർജുൻ അശോകന് ഒരു മോട്ടീവ് ഉണ്ടാവുള്ളൂ, എസ്കേപ്പിംഗ് സ്ലേവറി. ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ നമുക്ക് വ്യക്തമായുണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ വല്ല പാസ്റ്റായിട്ട് റെഫറൻസ് ഉണ്ടാവും. സിദ്ധാർത്ഥ ഭരതന് പാസ്റ്റ് റെഫറൻസ് ഉണ്ടാവും. ആൻഡ് ഒരു കില്ലർ മോട്ടീവ് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ സിദ്ധാർത്ഥ ഭരതനിൽ. അതെന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. കുറേ കാര്യങ്ങൾ ഇവർ തമ്മിൽ തന്നെ കോൺവെർസേഷൻസ് ഉണ്ടാവും, നല്ല ചാൻസ് ഉണ്ട്. ഇവരൊരു കുളക്കടവിൽ നിന്നിട്ട് വർത്തമാനം പറയുന്നൊരു ഇതുണ്ട്. ആൻഡ് ദേ ആർ മോർ ലൈക്ക് സ്ലേവ്സ് ഇൻ ദിസ് പർട്ടിക്കുലർ മന. ഈ ഒരു മനയിൽ ഇവർ തന്നെയായിരിക്കും. ഇവർ സ്ലേവർ എസ്കേപ്പ് ചെയ്യാൻ വന്നിട്ട് ഈ ഒരു കാരണവരുടെ അടിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ടീസറും ട്രെയിലറിലും കണ്ടു. ട്രെയിലറിൽ എവിഡൻ്റ് ആണ് കൂടുതലും. ഇവർ അയാൾക്ക് വേണ്ടി ഈ വിറക് പൊളിക്കുന്നു, അത്ര അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സ്ഥലത്ത് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, പച്ചക്കറി അരിയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരം സ്ലേവറിയാണ്. ഇങ്ങനെ ഒരു മൂത്ത ആളാണ്, നല്ലൊരു ലെവലുള്ള പവറുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഇവർ മിക്കതും വർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവരുടെ ഉള്ളിൽ എസ്പെഷ്യലി സിദ്ധാർത്ഥ് ഭരൻ്റെ ഉള്ളിൽ ഒരു കില്ലർ മോട്ടീവ് ഉണ്ട്. മേ ബി മമ്മൂക്കനെ കൊല്ലാനായിരിക്കും. അതാണ് മിക്ക ആൾക്കാർ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഒരു പകിടുകളി, ഒരു ബോർഡ് ഗെയിം എന്ന് പറയുന്നത്. പകിടുകളി വിച്ച് പ്ലേ ലൈക്ക് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദിസ്. ഇവർ കുറേ ഇല്യൂഷൻസിൽ കൂടെ മിക്കതും പാസ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പാസ്റ്റ് എന്തായാലും ഇതിൽ റെലവൻ്റ് ആണ്. ഒരു പാസ്റ്റ് ലൈഫ് സിനാറിയോ ഇതിൽ എന്തായാലും എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഈ മന എങ്ങനെയായിരുന്നു, ഈ മനയിൽ പോയി എന്താ സംഭവിക്കുന്നത്, അത് പറയുന്നുണ്ട്. ഫസ്റ്റ് ടീസറിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കും തോറും ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി വരാണ്. ഇവരെന്തോ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ രണ്ടുപേര്. ഈ ഒരു പർട്ടിക്കുലർ സീനിൽ നമ്മുടെ അർജുൻ അശോകൻ ഒരു തീയുടെ ഒരു ഒരു ടോർച്ച് പിടിച്ച് എന്തോ തപ്പുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ ഇവർ വിക്ടിമും മമ്മൂക്ക പ്രേയമാണ്. അതായത് ആ ഒരു എന്താ പറയുക, മെയിൻ ആളാണ്. അങ്ങനെ ആവാൻ സാധ്യത. ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ രണ്ട് വ്യക്തികൾ ഇപ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് ഒരു മോട്ടീവ് ഉണ്ട്. ആൻഡ് അയാളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ ഒരു കില്ലർ മോട്ടീവിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കൂട്ടും. അതുപോലെയാണ് സിദ്ധാർത്ഥ് ഭരതനെ നമ്മുടെ അർജുൻ അശോകനെ ചിലപ്പോൾ കൂട്ടാൻ സാധ്യത.
ഒരു പങ്കാളിയായിട്ട് വെക്കുക അങ്ങനെ. ബട്ട് ഈ അർജുൻ അശോകൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിപ്പോയാൽ മതി മടുക്കുന്ന രീതിയിലാണ് പല സ്ഥലം നമ്മൾ കാണുന്നുണ്ട്, ടീച്ചർ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് എൻ്റെ ബേസിക് സംഭവം. അമൽ ഡല്ലിസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ആൻഡ് മമ്മൂക്കാൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓവറോൾ പ്രതീക്ഷകൾ എന്താണ് വെക്കേണ്ടത് വെക്കാത്തത് അതിനെക്കുറിച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു ബിസി ഡേ ആണ്, വാലന്റൈൻസ് ഡേ ആണ്. ദാറ്റ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് മീ. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും ചെയ്യാൻ എനിക്കൊന്നുമില്ല. നാളെ ഫുള്ള് വെള്ളയിട്ട് പോവാണ്. സോ ഐ ചൂസ് പീസ്. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ ബൈ. ഐ വിൽ സീ യു ഇൻ ദ മൂവീസ്. ഓക്കെ.